ഹലോ നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അപ്കമിങ് എപ്പിസോഡിൻ്റെ ഒരു സ്റ്റോറി ആട്ടോ. നമ്മുടെ ബബിതയുടെ കുറച്ച് കള്ളത്തരങ്ങളൊക്കെ അലീന പൊക്കുന്നുണ്ട്. ആ ഒരു സ്റ്റോറിയാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അലീന അവിടെ എല്ലാവരുടെ കാര്യങ്ങളും നോക്കുന്നത് അലീനയാണല്ലോ. എല്ലാ വീടും എല്ലാ വീടും അല്ല, എല്ലാ വീട്ടിലെ ജോലികളൊക്കെ, വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യുന്നത് അലീനയാണ്. അപ്പോൾ മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്, അതായത് ബബിതയുടെയും രോഹിത്തിൻ്റെയും ഒന്നും പേഴ്സണൽ കാര്യങ്ങളല്ലെങ്കിലും അവരുടെ വസ്ത്രം അലക്കുന്നതും റൂം ക്ലീൻ ആക്കുന്നതും അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ചെയ്യുന്നത് അലീനയാണ്. അലീന അങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് കൊണ്ട് വൈജയന്തിക്ക് ഭയങ്കര ആശ്വാസമുണ്ട്. കാരണം വേറെ ഒരു ടെൻഷനും ഇല്ല, വീട്ടിലെ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ഒരു ടെൻഷനും ഇല്ല. അമ്മയുടെ കാര്യങ്ങളും അവൾ നോക്കുന്നു, വീട്ടിലെ ഭക്ഷണ കാര്യങ്ങളും വീട് വൃത്തിയാക്കുന്നതും എല്ലാ കാര്യങ്ങളും അലീന ചെയ്യുന്നുണ്ട്. അതും ചെയ്യുന്നതൊക്കെ കൃത്യമായിട്ട് വളരെ അടുക്കും ചിട്ടയോടും കൂടിയിട്ട് അലീന ചെയ്യുന്നുണ്ട് എന്ന് വൈജയന്തിക്ക് നല്ല ബോധ്യമുണ്ട് കേട്ടോ. അതിൽ വൈജയന്തിക്ക് നല്ല സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ അലീനയെ ഒരിക്കലും കൈവിട്ട് കളയാൻ വൈജയന്തി ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ പറയുമെങ്കിലും അലീന പോയി കഴിഞ്ഞാൽ ഇതുപോലൊരു പെൺകുട്ടിയെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന, ഒരു മടിയും കൂടാതെ, എന്തൊക്കെ ചീത്ത പറഞ്ഞാലും ഒരു കുഴപ്പമില്ലാതെ എതിർത്തൊന്നും പറയാതെ ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ ഇനി കിട്ടത്തില്ല എന്ന് വൈജയന്തിക്ക് നന്നായിട്ട് ബോധ്യം വരിക കേട്ടോ. അമ്മയുടെ കാര്യങ്ങളാണെങ്കിൽ നന്നായിട്ട് നോക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അമ്മയ്ക്ക് ഇത്രയും മാറ്റം വന്നത് തന്നെ അവളുടെ ബെറ്റർ ട്രീറ്റ്മെൻറ്റിലൂടെയാണ്, അവളുടെ കെയറിങ്ങിലൂടെയാണെന്ന് വൈജയന്തിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. ബാലചന്ദ്രനാവട്ടെ ഭയങ്കര ഇഷ്ടമാട്ടോ അലീനയോട്, വളരെ സ്നേഹമാണ് അലീനയോട്, ഒരു മകളോട് എന്ന പോലുള്ള സ്നേഹമാണ്. അപ്പോൾ ബാലചന്ദ്രനാണ് ആദ്യമായിട്ട് അലീന മകളാണെന്ന് തിരിച്ചറിയുന്നതൊക്കെ ആ എപ്പിസോഡൊക്കെ നമ്മൾ പറഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ മുൻപ് തന്നെയാണ് ഒരു സംഭവം നടക്കുന്നുണ്ട്. നമ്മുടെ ബബിതയുടെ കുറച്ച് കള്ളത്തരങ്ങൾ അലീന പൊക്കുന്നുണ്ട്. ബബിത ഏത് സമയം മൊബൈലും പിടിച്ചുകൊണ്ടാണല്ലോ നടക്കുന്നത്. ഒരു തവണ തന്നെ ബാലചന്ദ്രൻ ചോദിച്ചിട്ടുണ്ട്, നീ എൻ്റെ കയ്യിൽ ഏത് സമയം ഫോൺ ഉണ്ടാവുമല്ലോ, നിനക്കിതൊന്ന് താഴെ വെച്ചൂടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. അന്നൊരു 1000 റുപ്പീസ് കാണാതായ സമയത്ത്. ബബിതയാണെങ്കിൽ ഏത് സമയവും മൊബൈലിലാട്ടോ, പഠിത്തത്തിലൊന്നും ഒരു ശ്രദ്ധയില്ല, ഒട്ടും പഠിക്കത്തില്ല കേട്ടോ. പഠിക്കാനും മടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രണയം തലയിൽ കയറിക്കൊണ്ട് നടക്കാട്ടോ. ഈ പ്രണയം എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണെന്നും പറഞ്ഞിട്ട് അതിൻ്റെ പുറകെ അതും തലയിൽ കയറ്റി വെച്ചുകൊണ്ടാണ് ബബിത നടക്കുന്നത്. അതുകൊണ്ടാണ് പഠനത്തിലൊന്നും അവൾക്ക് ഒരു ശ്രദ്ധ വരാത്ത കേട്ടോ. പഠനത്തിലൊന്നും ശ്രദ്ധിക്കാതെ ഫുള്ള് ഈ പ്രണയമായിട്ട് തൻ്റെ ബോയ് ഫ്രണ്ടുമായിട്ടുള്ള ചാറ്റിങ്ങും ഫോൺ വിളിയും ഒക്കെയാണ് ബബിതയ്ക്ക്. റൂമിൽ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഒരു ദിവസം ബബിതയുടെ റൂം ക്ലീൻ ആക്കാൻ ചെല്ലുന്ന സമയത്ത്, അന്ന് എല്ലാവരും സ്കൂളിലേക്കും കോളേജിലേക്കും വൈജയന്തി ബാങ്കിലേക്കും ബാലചന്ദ്രൻ കടകളിലേക്കൊക്കെ പോയിട്ടുണ്ട്. മുത്തശ്ശിയുടെ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം അവൾ റൂമൊക്കെ മുകളിലൊക്കെ അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കുന്ന ജോലിയായിരുന്നു. ആ സമയത്ത് ബബിതയുടെ റൂമിലേക്ക് എത്തിയപ്പോഴാണ് ബബിതയും കൃഷ്ണയും ഒരുമിച്ചാണ് കിടക്കുന്നത് കേട്ടോ. പക്ഷേ ബബിതയുടെ ഒരു ഷെൽഫ് കണ്ടപ്പോൾ അതൊക്കെ ഒന്ന് ആകെ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. ഡ്രസ്സുകളൊന്നും മര്യാദക്ക് മടക്കിയൊന്നും വെക്കുന്നില്ല കേട്ടോ. അതുപോലെ അവളുടെ സ്റ്റഡി ടേബിൾ ആണെങ്കിൽ വൃത്തികേടായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കി വെക്കാം എന്നൊക്കെ കരുതിയിട്ട് അലീന അതൊക്കെ ഒന്ന് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ അവൾക്ക് ഒരു ഡയറി കിട്ടുന്ന കേട്ടോ. ഒരു ബുക്ക്, ഒരു ഡയറി മീൻസ് ഒരു ബുക്ക്. ആ ബുക്ക് ഇങ്ങനെ പെട്ടെന്ന് താഴേക്ക് വീഴുകയാണ്. അത് താഴേക്ക് വീഴുമ്പോൾ അതിൽ നിന്നൊരു ഫോട്ടോ കിട്ടുക കേട്ടോ. അപ്പോൾ അതൊരു ചെറുക്കൻ്റെ ഫോട്ടോ ആയിരുന്നു. ആ ചെറുക്കൻ്റെ മാത്രമല്ല, അലീനയല്ല, നമ്മുടെ ബബിതയും ആ ചെറുക്കനും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോ ആയിരുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ അലീനയ്ക്ക് ആകെ വല്ലാതെ തോന്നുകയാണ്. അപ്പോൾ ഇത്രത്തോളം ഒരു കണക്ഷൻ അവൾക്കുണ്ട് എന്നുള്ളത് അലീന തിരിച്ചറിയാം കേട്ടോ. അതായത് ഒരു ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ ഇങ്ങനെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് അത് സൂക്ഷിക്കാനും മാത്രം. ഇപ്പോൾ കോളേജിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ ആകുമ്പോൾ ബോയ്സും ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും, ബോയ്സും ഗേൾസും ഒക്കെ ഫ്രണ്ട്സ് ആയിരിക്കും. അപ്പോൾ അവർ ഒരുമിച്ച് നിന്ന് ഫോട്ടോസൊക്കെ എടുക്കും. പക്ഷേ ഇതങ്ങനെയല്ല. ആ ചെറുക്കനോട് ചേർന്ന് നിന്ന് ആ ചെറുക്കൻ ആ ബബിതയുടെ തോളിലൊക്കെ കൈവച്ചിട്ട് അവരിങ്ങനെ ഒരു ജോഡികളെ പോലെ കപ്പിൾസിനെ പോലെയാണ് ഫോട്ടോസ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് കണ്ടപ്പോൾ അലീനയ്ക്ക് ആകെ വല്ലാതെ തോന്നുകയാണ്. എന്താണെങ്കിലും ഇങ്ങനെയൊന്നും ചെയ്യുന്നത് ശരിയല്ലല്ലോ, അവൾ എന്തെങ്കിലും അബദ്ധത്തിലൊക്കെ ചെന്ന് ചാടുമോ, ഈ ചെറുക്കന് എങ്ങനെയുള്ളതാണ്, ഭയങ്കര ടെൻഷൻ ആവാട്ടോ അനിയത്തിയുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് അലീനയ്ക്ക്. പക്ഷെ അത് ചോദിക്കാനും ഒന്നും പറ്റത്തില്ലല്ലോ. അങ്ങനെ എന്താണെങ്കിലും ഇതിനെപ്പറ്റി ഇപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടാക്കണ്ട, എന്തെങ്കിലുമൊക്കെ അവസരം വരട്ടെ. ആദ്യം അവൾ ആലോചിച്ചു, മാഡത്തിനെ കാണിച്ചു കൊടുത്താലോ, ഈ ഫോട്ടോ കാണിച്ചു കൊടുത്താലോ എന്നൊക്കെ ആലോചിച്ചു, അല്ലെങ്കിൽ വേണ്ട സാറിനെ കാണിച്ചാലോ എന്നൊക്കെ. പിന്നെ തോന്നി വേണ്ട, ഇപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടാക്കണ്ട,
എന്താണെന്ന് ആദ്യം അവളോട് തന്നെ ചോദിക്കാം എന്ന് തീരുമാനിച്ചു കേട്ടോ. ബബിതയോട് തന്നെ ചോദിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ അവൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. പിന്നെ താഴേക്ക് വന്ന് മുത്തശ്ശിയുടെ അടുത്ത് വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നീ ഇത്രയും നേരം എവിടെയായിരുന്നു? ഒരുപാട് നേരമായല്ലോ നീ മുകളിലേക്ക് പോയിട്ട്, എന്താ ഇത്രയും ലേറ്റായി? നിൻ്റെ ജോലിയൊക്കെ പെട്ടെന്ന് കഴിയുന്നതാണല്ലോ എന്ന് പറഞ്ഞു കേട്ടോ. അത് മുത്തശ്ശി, ഞാൻ അവിടെ ബബിതയുടെ റൂമൊക്കെ ആകെ വൃത്തികേടായിട്ട് കിടക്കുകയായിരുന്നു, അതൊക്കെ ഒന്ന് റെഡിയാക്കാനായിട്ട് നിന്നു, അപ്പോൾ ഇത്തിരി സമയം എടുത്തതാണെന്ന് പറയാം കേട്ടോ. അവളുടെ റൂമല്ലേ, അത് ഏത് സമയം അങ്ങനെ തന്നെ കിടക്കുക, ഒരു വൃത്തിയും മെനയില്ല ആ കൊച്ചിന്. ഒന്നും അടുക്കും ചിട്ടയിൽ എടുത്തു വെക്കുകയോ ഒന്നും ചെയ്യത്തില്ല, ആകെ അലങ്കോലമാക്കി ഇട്ടുകൊണ്ട് നടക്കും. സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ ബുക്കും ബാഗൊക്കെ അവിടെ പരത്തിയിടും, ആ സെറ്റിൽ നിന്ന് എടുത്തു കൊണ്ടുപോകത്തില്ല. ടിഫിൻ ബോക്സ് ആണെങ്കിൽ ബാഗിൽ നിന്ന് എടുക്കത്തില്ല. അത് ആഴ്ചകളോളം വേണമെങ്കിൽ അവധിയാണെങ്കിൽ ബാഗിൽ ഇരുന്നോളും. പിന്നെ റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഓരോന്നും അവിടെ വലിച്ചു വാരിയിടും, ബുക്ക് അവിടെ വലിച്ചു വാരിയിടും, ബാഗ് മറ്റൊരു സ്ഥലത്ത്, വാട്ടർ ബോട്ടിൽ മറ്റൊരു സ്ഥലത്ത്, അഴിച്ചിടുന്ന ഡ്രസ്സ് വേറൊരു സ്ഥലത്ത്, അലക്കി മടക്കി എടുത്തു വെച്ച ഡ്രസ്സുകൾ പോലും അലങ്കോലമാക്കിയിട്ടാണ് ഇടുക. എന്നിട്ട് ഓരോ സാധനം കാണാത്തതിന് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയും ചെയ്യും. അങ്ങനൊരു ജന്മമാണ് അവൾക്ക്. അതിലൊന്നും ഒരു ശ്രദ്ധയില്ല. എന്നാൽ പിന്നെ പഠിക്കുന്ന കാര്യത്തിൽ വല്ല ശ്രദ്ധയുണ്ടോ? അതും ഇല്ല. പഠിക്കാനും ഭയങ്കര മണ്ടിയാണ്, ഒന്നും തലയിൽ കയറത്തില്ല, ഭയങ്കര മണ്ടിയാന്നൊക്കെ പറയണം. അങ്ങനെയൊന്നും പറയേണ്ട മുത്തശ്ശി, അത് എല്ലാ പിള്ളേരും ഒരുപോലെ ആയിരിക്കില്ലല്ലോ പഠിക്കാനൊന്നും, അതൊക്കെ ശരിയായിക്കോളും എന്നൊക്കെ പറയാണ് അലീന അവളോടൊരു സോഫ്റ്റ് കോർണറിൽ സംസാരിക്കുകയാണ്. നീ എന്താ കുഞ്ഞെ, അവൾ എന്തോരം നിന്നോട് ദേഷ്യപ്പെടുന്നു, നിന്നോട് ഒരു സ്നേഹത്തോടെ അല്ലെങ്കിൽ നല്ല വാക്ക് പോലും അവൾ പറയുന്നില്ല, എന്നിട്ടും അവളെക്കുറിച്ച് ഓർത്ത് നിനക്ക് ആദ്യമാണല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ്. അത് പിന്നെ മുത്തശ്ശി, എൻ്റെ അനിയത്തിയല്ലേ അവൾ, അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് ആദ്യം ഉണ്ടാവില്ലേ? നിൻ്റെ അനിയത്തിയോ? അതെങ്ങനെ നിൻ്റെ അനിയത്തിയാവുന്നതെന്ന് ചോദിക്കാട്ടോ മുത്തശ്ശി. അത് മുത്തശ്ശി, ഞാൻ ഇവിടെയുള്ള 3 മക്കളെയും എൻ്റെ അനിയനും അനിയത്തിമാരുമായിട്ടാണ് കണ്ടിട്ടുള്ളത്. ആ ഒരു കണ്ണാലെയാണ് ഞാൻ കാണുന്നത്, അതുകൊണ്ട് ആണ് ഞാൻ പറഞ്ഞത് എന്ന് പറയട്ടോ. എൻ്റെ കുഞ്ഞ്, നിനക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുള്ളൂ, നല്ല മനസ്സുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നത് എന്ന് പറയണം. അങ്ങനെ മുത്തശ്ശിയോടും അവൾ കാര്യങ്ങളൊന്നും പറയുന്നില്ല കേട്ടോ. അങ്ങനെ വൈകിട്ട് കോളേജ് കഴിഞ്ഞ് വരിക കേട്ടോ. കൃഷ്ണയും അതുപോലെ കൃഷ്ണ സ്കൂളിൽ നിന്നും ബബിത കോളേജിൽ നിന്നും വരികയാണ്. അങ്ങനെ ബബിത നേരെ ബാഗും അവിടെ ഇട്ടുകൊണ്ട് മുകളിലോട്ട് കയറി പോകട്ടെ. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഈ ബാഗ് എന്തിനാണ് ഇവിടെ ഇട്ടേക്കുന്നത്? അത് എടുത്തുകൊണ്ട് മുകളിലേക്ക് റൂമിലേക്ക് കൊണ്ടുപോകാൻ പാടില്ലെന്ന് ചോദിക്കാട്ടോ. അപ്പം കൃഷ്ണ അങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൃഷ്ണയും അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ എന്താണെങ്കിലും കൃഷ്ണയും ബാഗ് അവിടെ ഇടാനായിട്ട് തുടങ്ങുന്ന സമയത്താട്ടോ അലീന ഇത് പറയുന്നത്. അപ്പോൾ ബബിത ബാഗ് തിരിച്ചെടുക്കുന്നുണ്ട്, കൃഷ്ണയും തിരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നീ ആരാ ഇതൊക്കെ പറയാൻ? ഇത് ഞങ്ങളുടെ വീടല്ലേ, ഈ വീട്ടിൽ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും, ഞങ്ങളുടെ ബാഗ് അവിടെ കിടന്നാൽ നിനക്ക് എന്താ കുഴപ്പം എന്നൊക്കെ ചോദിക്കുകയാണ്. അല്ല, നിങ്ങളുടെ അമ്മ തന്നെ നിങ്ങളോട് പറയുന്നത് കേട്ടിട്ടുണ്ട് അത് എടുത്തുകൊണ്ട് പോകാനൊക്കെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, മാഡം വരുമ്പോൾ ഞാൻ പറഞ്ഞേക്കാം എന്ന് പറയുമ്പോൾ ബബിതയ്ക്ക് ദേഷ്യം വരും കേട്ടോ. ബബിത പെട്ടെന്ന് ആ ബാഗ് എടുത്തുകൊണ്ട് മുകളിലേക്ക് പോവാണ്. ശരിയാ ചേച്ചി, ഞാനും ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ്, ഇനി ഞാൻ ഇങ്ങനെ ചെയ്യില്ല കേട്ടോ എന്ന് കൃഷ്ണൻ പറഞ്ഞിട്ട് കൃഷ്ണയും ബാഗ് എടുത്തുകൊണ്ട് പോവാട്ടോ. അങ്ങനെ പിന്നെ അവർക്കുള്ള ചായയും സ്നാക്സൊക്കെ തയ്യാറാക്കുകയാണ് അലീന. അങ്ങനെ കൃഷ്ണ വന്ന് പെട്ടെന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ടൊക്കെ വന്ന് ചായ കുടിച്ചിട്ട് പോകുന്നുണ്ട് കേട്ടോ. പക്ഷെ ബബിത വരുന്നില്ല കേട്ടോ. ബബിത വരാൻ ഒരുപാട് സമയം എടുക്കണം. അവൾ റൂമിൽ കയറിയിട്ട് വാതിലടച്ചേക്കാണ്. കൃഷ്ണ പോകുന്നതിന് ശേഷം വാതിലടച്ചിട്ട് നിൽക്കുക കേട്ടോ. കൃഷ്ണയാണെങ്കിൽ പിന്നീട് പഠിക്കാനായിട്ട് പോവുകയും ചെയ്തു. അപ്പോൾ ബബിതയെ കാണാഞ്ഞിട്ട് അലീന ബബിതയെ അന്വേഷിച്ചുകൊണ്ട് ചെല്ലുക കേട്ടോ റൂമിലേക്ക്. അപ്പോൾ കഥക് അകത്തുനിന്ന് പൂട്ടിയേക്കാണ്, കുറ്റിയിട്ടേക്ക് കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ അടക്കി പിടിച്ച രീതിയിൽ സംസാരിക്കുന്നത് കേൾക്കുകയാണ് അലീനയ്ക്ക് അത് കേട്ടിട്ട് ആകെ വല്ലാതെ ആവാണ്. നേരത്തെ ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ട്, അതുപോലെ ഇവൾ ആരോടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്, ഇതൊക്കെ ശരിയാണോ, ഇവൾ എന്തെങ്കിലും കുഴപ്പത്തിൽ ചെന്ന് ചാടും എന്നൊക്കെ ഉള്ളൊരു ടെൻഷനാണ്. അങ്ങനെ അലീന രണ്ടും കൽപ്പിച്ച് വാതിലേലും മുട്ടുക കേട്ടോ. അപ്പോൾ വളരെ ദേഷ്യത്തോട് കൂടിയിട്ട് ബബിത വാതിൽ തുറക്കണം. എന്താ നിനക്ക് വേണ്ടതെന്ന് ചോദിക്കട്ടോ. നീ എന്താ ചായ കുടിക്കാൻ താഴേക്ക് വരാത്തത്? എനിക്ക് സമയമാകുമ്പോൾ ഞാൻ വന്നേക്കാം, നീ ഒന്ന് പൊക്കെ എന്ന് പറഞ്ഞിട്ട് അലീനയോട് വഴക്കിടുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, നീ ഇതുവരെ കുളിക്കുകയും ഡ്രസ്സ് മാറുകയും ഒന്നും ചെയ്തില്ലേ, ആ വന്ന വേഷത്തിൽ തന്നെയാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളല്ലേ, നീ എന്തിനാ അതൊക്കെ അന്വേഷിക്കുന്നത്? എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം, നീ എന്നെ പഠിപ്പിക്കാനൊന്നും വരണ്ട, നീ വലിയ ചേച്ചി ചമയാനൊന്നും വരണ്ട, നീ ഇവിടുത്തെ സെർവൻ്റാണ്, അല്ലാതെ എൻ്റെ ചേച്ചിയൊന്നുമല്ലല്ലോ എന്നെ പഠിപ്പിക്കാനായിട്ടെന്ന് പറയാട്ടോ. അപ്പോൾ അലീന ആകെ വല്ലാതാവാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ നിൻ്റെ ചേച്ചിയാണെന്ന് തന്നെ അലീന പറയാട്ടോ ആ സമയത്ത്. അപ്പോൾ അലീന പറയുന്നുണ്ട്, വന്നിട്ട് ഇത്രയും നേരമല്ലേ, ആ ചായ തണുത്ത് പോകും, ആ സ്നാക്സൊക്കെ തണുത്താൽ കഴിക്കാൻ കൊള്ളത്തില്ല എന്ന് പറയുമ്പോൾ അതൊന്നുകൂടി ചൂടാക്കി തന്നാൽ മതി, ഞാൻ വരുന്ന സമയത്ത് അങ്ങോട്ടേക്ക് എത്തിക്കോളാം എന്ന് പറയുമ്പോൾ അപ്പോഴും ഫോൺ കട്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ അവിടുന്ന് ഹലോ എന്താണ് പ്രശ്നം ഡാർലിംഗ് എന്നൊക്കെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അലീന അതിലേക്ക് നോക്കുമ്പോൾ ബബിത ചോദിക്കുന്നു, നീ എന്തായി നോക്കിക്കൊണ്ട് നിൽക്കുന്നത്, താഴേക്ക് പോകാൻ നോക്കുന്നു പറയാട്ടോ. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, ആരാ ഫോൺ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ എന്നെ പലരും ഫോൺ ചെയ്യും, അതൊക്കെ അന്വേഷിക്കേണ്ട കാര്യം എന്താ, നിനക്ക് നിൻ്റെ കാര്യം നോക്കി നടന്നാൽ പോരെന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടികളെ കെണിയിൽ വീഴ്ത്താനായിട്ട് ഒരുപാട്
പേര് നടക്കുന്നതാണ്. അങ്ങനെ ഒരു അബദ്ധത്തിലൊന്നും പോയി ചാടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത് എന്ന് പറയുമ്പോൾ, എന്നെ നോക്കാൻ എനിക്കറിയാം, നീ വല്ലാണ്ട് ഉപദേശിക്കാനൊന്നും വരണ്ട എന്ന് പറയട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ റൂമിലോട്ടൊന്ന് കയറിയിട്ട് ഒരു സാധനം കാണിച്ചു തരാമെന്ന് പറയട്ടോ. അങ്ങനെ റൂമിലേക്ക് കയറിയിട്ട് ആ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കുക കേട്ടോ. അത് കണ്ടിട്ട് ബബിത ആകെ ഷോക്കാവാട്ടോ. ഈ ഫോട്ടോ ഇവൾക്ക് എവിടെ നിന്ന് കിട്ടി എന്നുള്ള രീതിയിൽ. നിന്നോട് ആര് പറഞ്ഞു എൻ്റെ റൂമിൽ കയറി പരിശോധിക്കാൻ? നീ ആരോ, എൻ്റെ അമ്മയാണോ എൻ്റെ റൂമിൽ കയറി പരിശോധിക്കാൻ? എൻ്റെ അമ്മ പോലും ഇങ്ങനെ ചെയ്യത്തില്ല. നീ വലിയൊരു ചേച്ചി ചമയാൻ വന്നേക്കുന്നത്, നീ ഇവിടുത്തെ സെർവൻ്റ് അല്ലേ, നിനക്ക് എന്ത് ആവശ്യമുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാനെന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് ഷൗട്ട് ചെയ്യാട്ടോ. അപ്പോൾ ബബിതയോട് ചോദിക്കുന്നുണ്ട്, അലീന കൂളായിട്ട് നിൽക്കണം, ഈ ഫോട്ടോയിൽ നിൽക്കുന്നത് ആരാന്ന് ചോദിക്കണം. അത് ആരെങ്കിലും ആയിക്കോട്ടെ, നീ എന്തിനാ അത് അന്വേഷിക്കണമെന്ന് ചോദിക്കുമ്പോൾ, എങ്കിൽ ഞാനിത് മാഡത്തെ കാണിച്ചിട്ട് ചോദിച്ചോളാം അത് ആരാണെന്ന് എന്ന് പറയുമ്പോൾ ബബിത ആകെ വല്ലാതാവും കേട്ടോ. അമ്മയെ കാണിച്ചു കഴിഞ്ഞാൽ ഇത് ആകെ പ്രശ്നം, ഇത് ഇവിടെ ഒന്നും നിൽക്കില്ല എന്ന് പറയട്ടോ. അപ്പോൾ ബബിത പറയുന്നുണ്ട്, നീ അത് അമ്മയെ കാണിക്കാനൊന്നും പോണ്ടെങ്കിൽ അന്നേക്ക് അതെൻ്റെ ഫ്രണ്ടാന്ന് പറയട്ടോ. അപ്പോൾ അലീന ഫോട്ടോ കൊടുക്കുന്നില്ല. ഫ്രണ്ട് എന്ന് വെച്ചാൽ ഒരു ഫ്രണ്ട് ഇങ്ങനെയൊക്കെ ഫോട്ടോ എടുക്കും. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ കോളേജിൽ ഫ്രണ്ട്സ്, വേറെ ആരുമില്ലേ നിനക്ക് ഫ്രണ്ട്സ്? ഇവൻ മാത്രം ഒരു ഫ്രണ്ടാണെങ്കിൽ ഇങ്ങനെ നിൻ്റെ തോളിലൊക്കെ കൈ വെച്ചിട്ടൊക്കെയാണോ ഫ്രണ്ട്സ് ഫോട്ടോ എടുക്കുക? നീ ആണെങ്കിൽ അവനോട് ചേർന്നൊക്കെ വളരെ ക്ലോസ് ആയിട്ടൊക്കെയാണല്ലോ നിൽക്കുന്നത്, അതെന്താ അങ്ങനെയെന്നൊക്കെ ചോദിക്കുമ്പോൾ, നീ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കേണ്ട, ഫോട്ടോ ഇങ്ങോട്ട് തന്നേക്കെന്ന് പറഞ്ഞിട്ട് ആ ഫോട്ടോ പിടിച്ച് വാങ്ങട്ടോ ബബിത. എന്നിട്ട് പറയുന്നുണ്ട്, നീ ഇനി മേലിൽ എൻ്റെ റൂമിൽ കയറി പോകരുത്, എൻ്റെ റൂം എങ്ങനെ വേണേലും കിടന്നോട്ടെ, ഈ മേലിൽ ഈ റൂമിൽ കയറി പരിശോധിക്കാൻ നിൽക്കരുത് എന്ന് പറയട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ ഇനിയും റൂമിൽ കയറും, ഞാൻ ഇനിയും നോക്കും, ഇവിടെ എന്തെങ്കിലും മോശമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ മാഡത്തോട് പറഞ്ഞു കൊടുക്കുക തന്നെ ചെയ്യുമെന്ന് പറയട്ടോ. അപ്പോൾ ബബിതയ്ക്ക് പേടിയാവുന്നുണ്ട്. ഞാൻ നിന്നെക്കുറിച്ച് അമ്മയോട് ആദ്യം പരാതി പറയും എന്നൊക്കെ പറയാണ്, നീ എന്നെ ഇൻസൾട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. നീ എന്ത് വേണമെങ്കിലും പറഞ്ഞു, എനിക്ക് യാതൊരു കുഴപ്പമില്ല, നിങ്ങളെ ഒരിക്കലും ഒരു മോശം രീതിയിൽ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതിന് നീ എന്തൊക്കെ വ്യാകരണങ്ങൾ കൊടുത്തു കഴിഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, എന്തൊക്കെ മീനിങ്സ് കൊടുത്താലും കുഴപ്പമില്ല, നീ ചേച്ചിയാണെന്നോ സെർവൻ്റ് ആണെന്നോ എന്ത് വേണേലും പറഞ്ഞോ, പക്ഷേ നിങ്ങൾക്ക് ദോഷം വരുന്ന ഒരു കാര്യത്തിന് ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. അതുകൊണ്ട് ഇനി മേലിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവരുത്. എന്താണെന്ന് വെച്ചാൽ എന്ത് കാര്യത്തിലാണെങ്കിലും നല്ലതാണെങ്കിൽ നല്ലത്, പക്ഷേ ആ ഫോട്ടോയുടെ ആ പൊസിഷനൊക്കെ കണ്ടിട്ട് അത് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് അത് സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും നിനക്ക് നല്ലത്, നിൻ്റെ ജീവിതത്തിന് നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഉപദേശിക്കുമ്പോൾ, എന്നെ കൂടുതൽ ഉപദേശിക്കാനായിട്ട് നീ വരണ്ടെന്ന് പറഞ്ഞിട്ട് അലീനയെ പുറത്താക്കിക്കൊണ്ട് കതക് കൊട്ടിയടക്കിയാണ് ബബിത. അപ്പോൾ എന്താണെങ്കിലും ബബിതയ്ക്ക് ഇങ്ങനെ ഒരു അഫെയർ ഉണ്ട് എന്നുള്ളത് അലീനയ്ക്ക് മനസ്സിലാവുക കേട്ടോ. അതൊരു വളരെ ഭയങ്കര ക്ലോസ് ആയിട്ട് മാറിയിട്ടുണ്ട്, ഒരു ലഹരി പോലെ മാറിയിട്ടുണ്ട് എന്നും മനസ്സിലാവുന്നു. പക്ഷേ അതിലെന്തൊക്കെയോ പന്തികേടുള്ളതായിട്ടും അലീന സംശയിക്കുകയാണ്. അങ്ങനെ അലീന വളരെ വിഷമത്തോട് കൂടിയിട്ടാണ് താഴേക്ക് വരുന്നത്. അപ്പോൾ താഴെ ഈ ശബ്ദമൊക്കെ കൃഷ്ണ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൃഷ്ണ ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചി, അലീന ചേച്ചി ബബിത ചേച്ചി വന്നില്ലേ ചോദിക്കുക കേട്ടോ. ഇല്ല, അവൾ വന്നില്ല, കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല. അതങ്ങനെ തന്നെയാണ്, കോളേജ് വിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യത്തില്ല, അവിടെ ഇങ്ങനെ ഇരുന്നോളും, ഒരു പണിയും തീരത്തുമില്ല, അവിടെ ഇങ്ങനെ ഇരുന്ന് ഫോൺ ചെയ്തുകൊണ്ടിരിക്കും. ആരോടാണ് ഇങ്ങനെ ഫോൺ ചെയ്യുന്നതെന്ന് ദൈവത്തിനറിയാം. എനിക്ക് അറിയാം, ചെറിയൊരു ഡൗട്ടുണ്ട്, ബബിയേച്ചിക്ക് ഒരു ചെറിയൊരു അഫെയറൊക്കെ ഉണ്ട്, അതൊക്കെ എനിക്ക് അറിയാമെന്ന് പറയുമ്പോൾ കൃഷ്ണ അങ്ങനെ പറഞ്ഞു കേട്ടിട്ട് അലീന ഞെട്ട് കേട്ടോ. മോൾ എന്താ ഈ പറയണേന്ന് ചോദിക്കുമ്പോൾ, ബബിയേച്ചിക്ക് ഒരു ചെറിയ അഫെയറൊക്കെ ഉണ്ട്, അത് കുറച്ച് ഡേഞ്ചറാണ്, ആ ചെറുക്കൻ അത്ര നല്ലതൊന്നുമില്ല, ഞാനൊരു തവണ ബബിയേച്ചിയോട് പറഞ്ഞതാണ്, പക്ഷേ ചേച്ചി എന്നെ കുറേ ചീത്ത പറഞ്ഞു, ആ ചെറുക്കൻ അത്ര നല്ലതൊന്നുമില്ല ചേച്ചി, എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടാക്കും, ചേച്ചിയെ വെറുതെ കൊണ്ട് നടക്കുന്നതാണ്, അവന് വേറെയും കുറേ പെണ്ണുങ്ങളായിട്ട് അടുപ്പൊക്കെ ഉണ്ടെന്ന് പറയാട്ടോ കൃഷ്ണ. എന്താണെങ്കിലും മോളിതിപ്പോൾ ആരോടും പറയണ്ട, നമുക്ക് ബബിയേച്ചിയെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി എടുക്കാമെന്നൊക്കെ പറയാണ് അലീന. അപ്പോൾ വരാൻ പോകുന്ന ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ സ്റ്റോറി ആട്ടോ ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട്, ഇതിൻ്റെ അടുത്ത് ബബിതയുടെ ലൈഫിൽ വരുന്ന സംഭവങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഉടനെ തന്നെ മറ്റൊരു സ്റ്റോറി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ബബിതയെ അലീന ആ കെണിയിൽ നിന്നൊക്കെ മോചിപ്പിക്കാൻ ശ്രമിക്കുന്നതും പക്ഷേ ബബിത അതിലേക്ക് പെട്ടുപോകുന്നതും, ഒരുപാട് കാര്യങ്ങൾ ബബിതയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതും, അങ്ങനെയായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.